ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. വി ആർ ടോക്കിംഗ് അബൌട്ട് വാട്ട് ഈസ് മാനിഫെസ്റ്റേഷൻ, ബിഹൈൻഡ് ദ സെൻസ് ഓഫ് മാനിഫെസ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു വീഡിയോയിലേട്ടാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിട്ട് കടക്കുന്നതിന് മുന്നേ എല്ലാവരും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും മാനിഫെസ്റ്റേഷൻ എന്നല്ലേ. അപ്പോൾ ആക്ച്വലി എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഓരോരോ അംബീഷൻസ് ഉണ്ടാകും. നമ്മൾ അംബീഷൻ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഡ്രീംസിലൂടെ. ഓക്കെ, അപ്പോൾ ഈ ഡ്രീമും അംബീഷനും, നമ്മളുടെ ഡ്രീം അച്ചീവ് ചെയ്യുന്നത്, ഇതൊക്കെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മൈൻഡാണ് അല്ലേ. സൈക്കോളജിക്കലി നമ്മൾ പറയും നമ്മുടെ മൈൻഡ് അഥവാ നമ്മുടെ ബ്രെയിനാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ എക്സാക്ട്ലി അത് കറക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ ആൾക്കാർ അല്ലെങ്കിൽ നമ്മളെല്ലാവരും പറയാറുണ്ട്, നമുക്കൊരു അംബീഷൻ ഉണ്ടെങ്കിലും നമ്മളത് എല്ലാ ദിവസവും ഇങ്ങനെ ആലോചിച്ച് എപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അച്ചീവ് ചെയ്യുന്നു. എന്തെങ്കിലും ഒരു ദിവസം നമ്മളത് കൈപ്പറ്റുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ യാഥാർത്ഥ്യത്തിലുണ്ടല്ലേ. എന്നാൽ ആക്ച്വലി ഇത് എങ്ങനെ സംഭവിക്കണമെന്ന് നിങ്ങൾക്കറിയോ? വേറൊന്നുമല്ല, നമുക്കൊരു അംബീഷൻ ഉണ്ടാകുമ്പോൾ നമ്മളതിനെ എല്ലാ ദിവസവും അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കാറുണ്ടല്ലേ. അപ്പോൾ അതിനെപ്പറ്റി നമ്മളിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ ഉണ്ടല്ലോ, ചില്ലറക്കാരനല്ല. അതിൻ്റെ അകത്തുള്ള സിനാപ്സ് കണക്ഷൻസ്, അതുപോലെ തന്നെ ന്യൂറോൺസിൻ്റെ കണക്ഷൻസ്, ഇതിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഈ ബ്രെയിൻ്റെ അകത്തുള്ള ഇവരെല്ലാവരും കുറച്ചും കൂടി സ്ട്രോങ് ആകും. അങ്ങനെ സ്ട്രോങ് ആകുന്ന വഴി ബ്രെയിൻ അതിൽ കുറച്ച് ഇൻട്രസ്റ്റ് ആവാറുണ്ട്. അങ്ങനെ ബ്രെയിൻ ഇൻട്രസ്റ്റ് ആവുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള കെമിക്കൽസ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഒക്കെ പോലെയുള്ളവരൊക്കെ ഇവരൊക്കെ എന്ത് ചെയ്യും, കുറച്ചും കൂടി ഇതിൽ ഇൻട്രസ്റ്റ് ആവുന്ന സമയത്ത് നമ്മളതിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മളെ കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ചെയ്യിക്കും. അങ്ങനെയാണ് നമ്മൾ ഇതിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവുന്നത്. അങ്ങനെ നമ്മൾ അതിന് ഇൻട്രസ്റ്റ് ആവുന്നത്, അപ്പോൾ നമ്മുടെ ബ്രെയിൻ ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് ആവും അല്ലേ. ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ അഡിക്റ്റ് ആവുന്ന പോലെ തന്നെ അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഇൻട്രസ്റ്റ് ആവുകയാണെങ്കിൽ, അഡിക്റ്റ് ആവുകയാണെങ്കിൽ നമ്മളതിൽ അഡിക്റ്റായി, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സമയത്ത് നമ്മളിപ്പം നമ്മുടെ ഒരു അംബീഷൻ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ റീകോൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാ ഡേ ടു ഡേ ലൈഫിലും നമ്മളതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല നമ്മളതിന് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, നമ്മളതിനെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്ത് നമ്മുടെ ഡ്രീംസ് നമ്മൾ ഒരു ദിവസം നമ്മൾ അച്ചീവ് ചെയ്യും. അപ്പോൾ ഇതിനാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുക. ഇതാണ് സീക്രട്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത് നമ്മൾ സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം യെസ്, ഇറ്റ്സ് പ്രൂവ്ഡ്. അല്ലെങ്കിൽ നമുക്ക് പറയാം നോട്ട് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ്. എന്തുകൊണ്ടത് ഇങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വർക്ക് ചെയ്യാതെ ഒന്നും നടത്തിയിട്ടൊരു കാര്യമില്ല. നമ്മളതിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളതിൽ വർക്ക് ചെയ്യണം, നമുക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. വെറുതെ വർക്കില്ലാതെ ചുമ്മാ ഡ്രീം ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കാര്യമൊന്നുമില്ല. അതിനാണ് സയൻറ്റിഫിക്കലി നോട്ട് പ്രൂവ്ഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ നമ്മളിതിന് വേണമെങ്കിൽ പറയാറുണ്ട്. ഓക്കെ, ഇതാണ് സൈക്കോളജിക്കൽ ഫാക്ട് ഓഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ. ഇറ്റ്സ് മീ അൻഷു ടോക്കിംഗ്.